അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരൻ നാളെ നോമിനേഷൻ സമർപ്പിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഏകോപനവും കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലം ഭാരവാഹികൾ ജി സുധാകരൻ്റെ വീട്ടിലെത്തി ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം. പോസ്റ്റർ, ചുവരെഴുത്ത് പ്രചാരണം എന്നിവ ഇവരാരംഭിക്കും. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. അശ്വിൻ, അപ്പോൾ എന്തായാലും UDFിൻ്റെ പിന്തുണയോടെ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും സത്യവും ജനങ്ങൾ അറിയുന്നു. ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. തീർച്ചയായും ഈ ജി സുധാകരന് പിന്തുണ നൽകുമോ എന്ന കാര്യം നമ്മൾ ഔദ്യോഗികമായി കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചിരുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത് അത് ആലോചനയിലാണ്, തീരുമാനം പിന്നീട് അറിയിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പാണ് കോൺഗ്രസിന്റെ അമ്പലപ്പുഴ പ്രാദേശിക നേതൃത്വം ഒപ്പം UDF ജില്ലാ കൺവീനർ അടക്കം ജി സുധാകരന്റെ വീട്ടിൽ രാത്രിയോടെ എത്തി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ പാർട്ടിയുടെ പിന്തുണ ഔദ്യോഗികമായി അറിയിച്ചു എന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അത് സംസ്ഥാന നേതൃത്വം അറിയിച്ച പ്രകാരമാണ് വീട്ടിലേക്ക് രാത്രി തന്നെ എത്തിയതെന്നും അവർ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു അറിയിപ്പില്ലാതെ, കൂടിയാലോചനയില്ലാതെ ഈ നേതാക്കൾ വീട്ടിലെത്തി സന്ദർശനം നടത്തി ഔദ്യോഗിക പിന്തുണ അറിയിച്ചു എന്ന വിവരം പ്രാദേശിക കോൺഗ്രസിൽ ഒരു വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൂടിയാലോചന അതിൽ വേണമായിരുന്നു എന്ന അഭിപ്രായം ചില നേതാക്കൾക്കുണ്ട്. എന്തായാലും നാളെ ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇതിന്റെ ഏകോപനവും മറ്റുമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ ജി സുധാകരനെ കണ്ട ഈ കാര്യങ്ങളടക്കം സംസാരിച്ചു. നാളെ രാവിലെ 11 മണിക്ക് ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ആദ്യഘട്ടത്തിൽ സ്വന്തം നിലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ പ്രചരണമോ പോസ്റ്റർ ഒട്ടിക്കലോ ഒന്നും ഉണ്ടാവില്ല എന്ന ജി സുധാകരൻ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് പിന്തുണ കൂടി ഔദ്യോഗികമായി ഏറ്റെടുത്തതോടെ വലിയ രീതിയിലുള്ള പ്രചരണത്തിലേക്കും പോസ്റ്റർ ഒട്ടിക്കൽ അടക്കമുള്ള പ്രചരണ പരിപാടികളിലേക്കും കടക്കാനാണ് തീരുമാനം. ഇന്നലെ കോൺഗ്രസ് നേതൃത്വം തന്നെ ജി സുധാകരനെ അത് അറിയിച്ചിട്ടുണ്ട്. എല്ലാ പ്രചരണവും ഏകോപനവും കോൺഗ്രസ് നേതൃത്വം തന്നെ ഏറ്റെടുക്കും എന്നുള്ളതാണ് സുധാകരനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ എന്തായാലും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് ജി സുധാകരന്റെ തീരുമാനം. കോൺഗ്രസിന്റെ നേതാക്കളടക്കം സുധാകരനൊപ്പം വോട്ട് തേടാനും മറ്റ് പരിപാടികൾക്കുമായി ഒപ്പം ഉണ്ടാകും. ഒപ്പം ജി സുധാകരൻ പങ്കെടുക്കുന്ന പൊതുയോഗമടക്കം ഇലക്ഷൻ കൺവെൻഷൻ അടക്കം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ UDFിന്റെ തീരുമാനം. പക്ഷേ ഇപ്പോഴും ജി സുധാകരന് പിന്തുണ നൽകുന്നതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് UDFിലെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. എന്തായാലും അവരെ കൂടി ഒപ്പം നിർത്തി ജി സുധാകരനുമായി മുന്നോട്ട് പോകാനുള്ള ആലോചനകളാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം KPCC അടക്കം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് KPCC നേതാക്കൾ ഔദ്യോഗികമായി ഈ പിന്തുണ അറിയിക്കാത്തത്. അവരുടെ അതൃപ്തരായവരെ കൂടി ചേർത്ത് നിർത്താനുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും പ്രാദേശിക നേതൃത്വം ഔദ്യോഗികമായി തന്നെ വീട്ടിലെത്തി ഇന്നലെ പിന്തുണ അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കം സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി വീട്ടിലെത്തിയപ്പോൾ അവരെ വീടിന് പുറത്തിരുത്തിയാണ് ചർച്ച നടത്തിയെങ്കിൽ ഇന്നലെ എത്തിയ കോൺഗ്രസ് നേതാക്കളെ വീടിനകത്തിരുത്തി ചായ സൽക്കാരം അടക്കം നടത്തിയാണ് ജി സുധാകരൻ ചർച്ചയ്ക്ക് ഇരുത്തിയത് എന്നുള്ളതും രാഷ്ട്രീയ കൗതുകമാണ്. എന്തായാലും ജി സുധാകരൻ സജീവമായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.